മോർണിംഗ്. മോർണിംഗ്. ഡോക്ടർ ഇന്ന് ലേറ്റ് ആയോ? ഡ്യൂട്ടി ഇല്ലേ? ഇന്ന് നോൺ ഷിഫ്റ്റാ. എനിക്ക് തോന്നി, അതാ ഞാൻ വിളിക്കാത്തത്. വക്കീൽ എങ്ങോട്ടാ? എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ. എന്തായി നമ്മുടെ കക്ഷികളുടെ കേസ്? നമ്മുടെ കക്ഷികളോ? ഓ, വക്കീലിനൊന്നും അറിയാത്ത പോലെ. ഡോക്ടർ ജോബിൻ അലക്സിന്റെയും മാളവിക മുരളിയുടെയും കേസിന്റെ കാര്യം ഞാൻ ചോദിക്കുന്നത്. രണ്ടും രണ്ട് കരയിലാവാനുള്ള വല്ല ലക്ഷണവും കാണുന്നുണ്ടോ വക്കീലെ? അങ്ങനെ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നേരാ. പക്ഷെ ചിലപ്പോ ചില അത്ഭുതങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട്. ഏയ്, അങ്ങനെയുണ്ടോ? അതിനുള്ള സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ തോന്നൽ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അത് ഞാനും സമ്മതിക്കുന്നു. പക്ഷേ ഈ കാര്യത്തിൽ എന്റെ തോന്നൽ അങ്ങനെ വെറുതെ ആവാൻ സാധ്യതയില്ല. ഇനി നമ്മുടെ ഡോക്ടറും അവന്റെ അമ്മച്ചിയും ചിലപ്പോ ഡിവോഴ്സ് കൊടുക്കാതെ തായം കളിച്ചാലും മിസ്സസ് മാളവിക മുരളി അതും കൊണ്ടേ മറിയൂ, അല്ലേ വക്കീല്? പക്ഷേ പ്രതീക്ഷയ്ക്ക് ഇപ്പോഴും വകുപ്പുണ്ടെന്നാണ് വക്കീലിന്റെ വിചാരമെങ്കിൽ ഒരു 0% പോലും സാധ്യതയില്ലെന്ന് ഞാൻ പറയും. വക്കീലിനും അതറിയാം, പക്ഷേ സമ്മതിച്ചു തരില്ലല്ലേ? അലീന, തനിക്കൊരു സമാധാനം കിട്ടുമെങ്കിൽ ഞാൻ അങ്ങനെ എഗ്രി ചെയ്യാം. പക്ഷെ ഞാൻ സമ്മതിച്ചാലും അവരെ തമ്മിൽ വേർപിരിക്കേണ്ടെന്ന് ദൈവം തീരുമാനിച്ച പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇല്ല, ദൈവത്തിന് ഇനി ഈ സീനിലെ കാര്യമായ ഒരു റോളുമില്ല. ഇനി ലീഡ് റോള് നമ്മുടെ നായികയ്ക്ക്. നായിക അമ്മായിമ്മയുടെ മുഖത്ത് നോക്കി പഞ്ച് ഡയലോഗ് പ്രസന്റ് ചെയ്യുകയും ചെയ്തു. ആ സ്ഥിതിക്ക് ഇനി ജോബിൻ മാളു റിലേഷൻ അത്ര നല്ല രീതിയിൽ എൻഡ് ചെയ്യില്ലെന്ന് ഏകദേശം ഫിക്സ് ആയി കഴിഞ്ഞു. ഇനി ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റിനുള്ള സ്പേസ് പോലും ഞാൻ കാണുന്നില്ല. അല്ല, ഇതൊക്കെ അലീന എങ്ങനെ അറിഞ്ഞു? മാളുവിന്റെ അഡ്വക്കേറ്റായ ഞാൻ പോലും ഇതൊന്നും അറിഞ്ഞില്ലല്ലോ. അതാണ് വക്കീലെ നമ്മുടെ ഒരു 6th സെൻസ് പവർ. മാളവിക മുരളീധരൻ പടക്കിറങ്ങി പുറപ്പെട്ടെന്ന് അറിഞ്ഞപ്പോഴേ ഇതിന്റെ ക്ലൈമാക്സ് ഞാൻ പ്രഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞു. വഞ്ചി ഏകദേശം ആ കടവിലേക്ക് തന്നെയാണ് അടുക്കുന്നതും. ഒരുമിച്ച് താമസിച്ചിട്ടും വക്കീലിന്റെ സഹായം എനിക്ക് കാര്യത്തിൽ കിട്ടില്ലെന്നറിയാം. അഡ്വക്കേറ്റ് ഹിമാചന്ദ്രന് വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് കുറച്ച് ഇൻഫർമേഷൻ തരാം. താങ്ക്സ്, പക്ഷെ ഇപ്പൊ വേണ്ട. എന്തായാലും ഈ കേസ് എങ്ങനെ അവസാനിക്കുന്നു നോക്കട്ടെ. എന്നിട്ട് ഞാൻ ഡോക്ടറിന്റെ ഈ 6th സെൻസ് അംഗീകരിച്ചു തരാം. അതുവരെ നമുക്ക് ഇങ്ങനെ തുടരാം. ഓക്കെ, അഗ്രീഡ്. അപ്പോ ഓൾ ദി ബെസ്റ്റ്. സാധാരണഗതിയിൽ ഇത്തരം കേസുകളിൽ കോംപ്രമൈസിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ഒന്നുകിൽ പെൺകുട്ടിയുടെ വീട്ടുകാരോ പെൺകുട്ടിയോ ഒക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഒരു തരത്തിലും മാളവിക അങ്ങനെ ഒരു കോംപ്രമൈസിന് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രൊഫഷനപ്പുറം എനിക്ക് ആ കുട്ടിയോട് പ്രത്യേകിച്ച് സെന്റിമെന്റ്സ് തോന്നേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും ഡോക്ടറുമായുള്ള സൗഹൃദം വെച്ച് ഞാൻ ആ കുട്ടിയോട് മാക്സിമം ഒരു കോംപ്രമൈസിന് ശ്രമിച്ചൂടെ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. പക്ഷേ ഒരു രീതിയിലും ആ കുട്ടി വഴങ്ങാൻ താല്പര്യം കാണിക്കുന്നില്ല. എന്താ ഈ കുട്ടി ഇത്ര അഡമൻ്റായി ഇങ്ങനെയൊരു സ്റ്റാൻഡ് എടുക്കുന്നതെന്ന് എനിക്ക് ശരിക്കും അത്ഭുതം തോന്നിപ്പോയി. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഞാനത് പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല ഡോക്ടർ. എന്നാലും ഞാൻ മനസ്സിലാക്കിയത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് സ്നേഹിച്ച ഒരാളിൽ നിന്ന് ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടായത് ആ കുട്ടിയെ മാനസികമായി ഒരുപാട് ഉലച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അലീനയുടെ സംസാരത്തിൽ നിന്ന് എൻ്റെ മനസ്സിൽ മാളവിയെക്കുറിച്ചുണ്ടായ ഒരു പിക്ചർ എന്ന് പറയുന്നത് ആള് വളരെ ലീനിയൻ്റ് ആയ ഒരു പെൺകുട്ടിയാണെന്നായിരുന്നു. പക്ഷെ നേരിട്ടുള്ള അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അലീനേക്കാൾ ബോൾഡ്നെസ്സും സെൽഫ് റെസ്പെക്റ്റും ഉള്ള ഒരു ക്യാരക്ടറാണ് മാളവികയുടേത്. അത്തരക്കാരെ ഒരു റീതിങ്കിങ്ങിന് പ്രേരിപ്പിക്കുന്നത് വളരെ ദുഷ്കരമായിരിക്കും. വേണ്ട ഹിമ, അങ്ങനെ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും ഒരു കോംപ്രമൈസിന് എനിക്കും താല്പര്യമില്ല. മാളുവിന് എന്നിൽ നിന്ന് ഒരു ഡിവോഴ്സാണ് ആവശ്യമെങ്കിൽ ഞാനതിന് തയ്യാറാ. പക്ഷേ എനിക്കൊരു ചെറിയ നിബന്ധനയുണ്ട്. എന്താ ജോബിന്റെ ഡിമാൻഡ്? അങ്ങനെ ഡിമാൻഡൊന്നുമല്ല ഹിമ, ഒരു ചെറിയ ആഗ്രഹം. അങ്ങനെ കൂട്ടിയാൽ മതി. യെസ്, എന്താ അത്? പറഞ്ഞോളൂ. എനിക്ക് മാളുവിനെ ഒരിക്കൽ കൂടി ഒന്ന് നേരിട്ട് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. മാപ്പ് അപേക്ഷിക്കാനോ തിരികെ വരണമെന്ന് യാചിക്കാനോ ഒന്നുമല്ല. അല്ലാതെ ചിലത് എനിക്ക് മാളുവിനോട് പറയാനുണ്ട്. അധിക സമയമൊന്നും വേണ്ട, ഏറിയാൽ ഒരു 10 മിനിറ്റ്. പക്ഷെ ആ സമയം മാളു തനിച്ചേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, ഡോക്ടറുടെ ഈ ആഗ്രഹം ഞാൻ മാളവിയോട് സൂചിപ്പിക്കാം. പക്ഷെ ആ കുട്ടി വില്ലിങ്ങാവുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട് കേട്ടോ. ഞാനും പേഴ്സണലി ഒന്ന് റിക്വസ്റ്റ് ചെയ്യാം. എന്നിട്ട് മാളവി എന്താ പറയുന്നതെന്ന് നോക്കിയിട്ട് ഞാൻ ഡോക്ടറെ വിളിക്കാം.
ശരി ഹിമ. ഹിമ, 1 സെക്കൻഡ്. ഞാനിങ്ങനൊരു ആഗ്രഹം പറഞ്ഞതായി അറിയാതെ പോലും അലീനയോട് പറയണ്ട. ഇല്ലില്ല, ഞാൻ ഒരിക്കലും ഇത്തരം കാര്യങ്ങളൊന്നും അലീനയുമായിട്ട് ഷെയർ ചെയ്യാറില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു പേടി വേണ്ട കേട്ടോ. ശരി. അയ്യേ, നീ കരയുകയായിരുന്നോ ഗീത? ഇതിലും എത്രയോ വലിയ പ്രശ്നങ്ങളെ പതറാതെ നിന്ന് അഭിമുഖീകരിച്ചവളല്ലേ നീ. നിന്റെ ആ ധൈര്യമൊക്കെ ചോർന്നു പോയോ? എനിക്കറിയില്ല അഭിമാമ, എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് എന്നാണ് ഇനിയൊരു സമാധാനമുള്ള ജീവിതം ജീവിക്കാൻ പറ്റുക എന്ന്. അതോ ഈ ആയുസിൽ ഇനി അങ്ങനെ ഒരു ജീവിതം മോഹിക്കണ്ടെന്നാണോ ഈശ്വരൻ വിധിച്ചിരിക്കുന്നത്? ഗീതേ, ഒരുവന് വേണ്ട സമാധാനം സൃഷ്ടിക്കുന്നതും നശിപ്പിക്കുന്നതും ഈശ്വരന്റെ പണിയല്ല. അതുകൊണ്ട് വെറുതെ ദൈവത്തെ പഴിച്ചിട്ട് ഒരു കാര്യവുമില്ല. അതെങ്ങനെ എവിടെ കിട്ടുമെന്ന സൂചന തരുന്ന ജോലി മാത്രമേ ഈശ്വരനുള്ളൂ. അത് കണ്ടെത്തേണ്ടത് നമ്മുടെ കടമയാണ്. അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടതും. ഞാൻ പറഞ്ഞില്ലേ ഗീത, അപ്പുവിന്റെ ഈ തീരുമാനം നിന്നെയും VPയെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബത്തിനുണ്ടായ ഒരു വൻ സ്ഫോടനം തന്നെയായിരുന്നു. അത് ഒന്നിത്തീരുന്നതല്ല. അതിന്റെ തുടർ സ്ഫോടനങ്ങൾ ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിലെ ഒടുവിലത്തതാണ് ഇതെന്ന് മാത്രം വിചാരിച്ചാൽ മതി. നിന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പൊട്ടിത്തെറികൾ അതിജീവിച്ചവളാണ് നീ. അതിനുള്ള ശക്തിയും ശേഷിയും ഉള്ളവളായിരുന്നു നീ. ആ നീ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളിൽ ഇങ്ങനെ തളർന്നാലോ? എനിക്ക് എന്റെ കാര്യം ഓർത്തല്ല അഭിമാമ സങ്കടം. ഇപ്പൊ ഈ പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് VPയാണ്. ഒരിക്കലും പൊരുത്തപ്പെടാനാവാത്തൊരു സത്യത്തെ സ്വന്തം കുടുംബത്തിന് വേണ്ടി അംഗീകരിക്കാൻ തയ്യാറായിട്ടും വീണ്ടും വീണ്ടും ഓരോരോ കാര്യങ്ങൾ ചൊല്ലി മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിതനാവേണ്ട അവസ്ഥ. അതും ജീവിതം ഒന്ന് തിരിച്ചു പിടിച്ചെന്ന് ആശ്വസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഈ സമയത്ത്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വീണ്ടും വിളി വന്നപ്പോ പാവം VP എത്രമാത്രം സന്തോഷാണെന്നറിയോ? അയാളോട് പറയൂ, പ്രൊഫഷനും പേഴ്സണൽ ലൈഫും തമ്മിൽ ഒരിക്കലും കൂട്ടിക്കൊഴിക്കരുതെന്ന്. എങ്കിൽ ഇതൊന്നും അയാളുടെ തൊഴിലിനെ സാരമായി ബാധിക്കാൻ പോകുന്നില്ല. പിന്നെ ഇത് നീയും ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. എടോ, നമ്മുടെ സ്വകാര്യ ജീവിതത്തെ ഒരിക്കലും തൊഴിലിടത്തേക്ക് കൂട്ടരുത്. പിന്നെ ഇതൊന്നും അധികനാൾ നിൽക്കുന്ന ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഗീത. എത്രയും വേഗം ആ ഡോക്ടറും ആളുമായിട്ടുള്ള പ്രശ്നം പാച്ചപ്പ് ആക്കാൻ നോക്കുക. അതിന് സാധിച്ചാ ഇതൊക്കെ പിന്നെ അത്രയേ ഉള്ളൂ. അല്ല, ഈ കാര്യത്തില് അപ്പുവിന്റെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? എനിക്ക് ഈ കാര്യം അപ്പുവിനോട് സംസാരിക്കാൻ തന്നെ പേടിയാണ്. VP പല പ്രാവശ്യം ചോദിച്ചിട്ടും അപ്പു വ്യക്തമായ മറുപടി അല്ല പറയുന്നത്. മാളുവിനോട് ചില കമ്മിറ്റ്മെന്റ്സ് ഉണ്ടെന്നല്ലാതെ എന്താ കമ്മിറ്റ്മെന്റ്സ് എന്ന് അപ്പു വ്യക്തമായിട്ട് പറയുന്നില്ല. നീ വിഷമിക്കണ്ട, അപ്പുവിനോട് ഞാൻ ചോദിക്കാം. എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം അപ്പു തന്നിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. നിങ്ങളോട് ഒഴിഞ്ഞു മാറും പോലെ എന്നോട് സത്യം പറയാതിരിക്കാൻ ആവില്ല അപ്പുവിന്. കുട്ടികളുടെ നിലപാട് എന്തു തന്നെ ആയാലും അത് ഫേസ് ചെയ്യാനുള്ള ഉൾക്കരുത്താണ് ആദ്യം വേണ്ടത്. ഇനി നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റാണ് അവരുടെ കാര്യത്തിൽ സംഭവിക്കുന്നതെങ്കിൽ കൂടി അത് നമ്മൾ ഉൾക്കൊണ്ടല്ലേ പറ്റൂ. പിന്നെ നീ വിളിച്ചപ്പോ കന്യാകുമാരിയിലേക്കുള്ള യാത്രയിലായിരുന്നു ഞാൻ. പിന്നെ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിനല്ലാതെ നീ വിളിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് നേരെ ഇങ്ങു പോന്നു. ഏതായാലും അഭിമാനം വന്നതല്ലേ, VP അപ്പുനെയും കൂടെ കണ്ടിട്ട് പോയാ മതി. അത് മതി, അത്രയേ ഉള്ളൂ. നീ അവര് വരുമ്പോ വിളിക്കേ. അതുവരെ ഞാനൊന്ന് കിടക്കട്ടെ. എന്താ ഒരു ചൂട്! മ്യൂച്വൽ അഗ്രിമെന്റിൽ പിരിയാൻ വില്ലിംഗ് ആണെന്ന് തന്നെയാണ് ഡോക്ടർ അറിയിച്ചത്. പക്ഷെ അതിനു മുമ്പ്
ഡോക്ടറിന്റെ വക ഒരു ഡിമാൻഡ് ഉണ്ട്. ഡിമാൻഡോ? എന്ന് വെച്ചാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആയിട്ടൊന്നുമല്ല പുള്ളിക്കാരൻ അത് പറഞ്ഞത്. മാളുവിൽ നിന്നൊരു ഫേവർ ആവശ്യപ്പെടുന്നു, അത്രേ ഉള്ളൂ. എന്നിൽ നിന്ന് എന്ത് ഫേവർ ഡോക്ടർക്ക് വേണ്ടത്? എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി ആളെ നമ്മൾ വിട്ടുകഴിഞ്ഞില്ലേ. എന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലും ഡോക്ടറെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ. അതല്ല മാളവിക, ജോബിന് ഉദ്ദേശിക്കുന്നത് പരസ്പര ധാരണ പ്രകാരം പിരിയുന്നതിന് മുമ്പ് ഡോക്ടർക്ക് മാളവിക ഒന്ന് നേരിൽ കാണണമെന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് വലിയ ഹെഡേക്ക് ഇല്ലാത്തൊരാവശ്യം. തമ്മിൽ കണ്ടൊന്ന് സംസാരിക്കുന്നതിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലാത്ത സ്ഥിതിക്ക്. വേണ്ട മാഡം, അത് ശരിയാവില്ല. ഒരു കടലാസിൽ ഒപ്പുവെക്കുന്നതിന് തമ്മിൽ കണ്ട് സംസാരിച്ച് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അത് മാത്രല്ല, എനിക്ക് ഡോക്ടറെ കണ്ട് നേരിട്ടൊന്നും പറയാനുമില്ല. പക്ഷെ ജോബിനെ സംബന്ധിച്ച് തന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ? സോറി മാഡം, എനിക്ക് അത് കേൾക്കാൻ തീരെ താല്പര്യമില്ല മാഡം. ഒന്നെങ്കിൽ ഒരു ക്ഷമാപണം, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തൽ. ഇതിലേതെങ്കിലും ഒന്നിനു വേണ്ടിയാവും ഡോക്ടറെ കാണണമെന്ന് പറയുന്നത്. രണ്ടിനും ഇനി ഞങ്ങൾക്കിടയിൽ സ്പേസ് അല്ല മാഡം. അങ്ങനെ ഒരു മുൻധാരണയോടുകൂടി കാര്യങ്ങൾ സമീപിക്കേണ്ട ആവശ്യമുണ്ടോ മാളവിക? ചിലപ്പോ അതിനൊന്നും ആവില്ല എതിർകക്ഷി കാണണമെന്ന് പറയുന്നതെങ്കിലോ? ഈ രണ്ടുമല്ലാതെ മറ്റു പലതും സംഭവിക്കാനുള്ള സ്പേസ് ഉണ്ടാവുമല്ലോ. പല കേസുകളിലും അങ്ങനെ സംഭവിക്കാറുണ്ട്. മാഡത്തിന് അറിയുന്ന പല കേസുകളിലും സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ കേസിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് ഉറപ്പാ. അപ്പൊ മാളവികയ്ക്ക് ഡോക്ടറെ കാണാൻ താല്പര്യമില്ലെന്ന് തന്നെയാ? അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഒരിക്കൽ കൂടി നേരിൽ കാണാതിരിക്കുന്നത് നല്ലത്. ഓക്കെ, ഞാനിത് ഡോക്ടറെ അറിയിക്കാം. പക്ഷെ ഒരു കാര്യം തുറന്നു പറയട്ടെ, ഞാൻ ഡോക്ടറിന്റെ പക്ഷം പിടിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനൊരു അഭിപ്രായം മാഡത്തെക്കുറിച്ച് ഇതുവരെ ഇല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. ഡോക്ടർ ജോബിന്റെ ഈ ആവശ്യം ന്യായമാണെന്ന് എനിക്ക് തോന്നുന്നത്. മറ്റൊരു തരത്തിലുള്ള സെറ്റിൽമെന്റിനും രണ്ടു കൂട്ടരും ക്ലെയിം ചെയ്യാത്ത സ്ഥിതിക്ക് തമ്മിൽ കണ്ട് നല്ല രീതിയിൽ പിരിയുന്നതല്ലേ നല്ലത്? എത്രയില്ലെന്ന് പറഞ്ഞാലും രണ്ടുപേർക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ ബാക്കിയുണ്ടാവും, ശരിയല്ലേ? ഡോക്ടറുടെ കാര്യത്തിൽ മാഡം പറഞ്ഞത് ശരിയായിരിക്കും. പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. പറയാനോ അറിയാനോ ഒന്നും ബാക്കിയില്ലാത്തതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് തീരെ താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞത്. മാഡം ഇതെൻ്റെ അഹങ്കാരമായിട്ട് കാണരുത്. ഓക്കെ, ഇനി ഞാൻ മാളവിക നിർബന്ധിക്കുന്നില്ല. കാണാൻ താല്പര്യമില്ലെന്ന് ഞാൻ ഡോക്ടറെ അറിയിക്കാം. എന്നിട്ട് റെസ്പോൺസ് എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ അറിയിക്കാം. ഓക്കെ? ഓക്കെ മാഡം. ചേട്ടാ എത്രയായി? 20. വേണ്ട, ഞാൻ കൊടുക്കാം മാഡം. ഞാൻ കൊടുക്കാം. പറയുമ്പോ ഒരുപക്ഷെ തനിക്കും ഗീതയ്ക്കും ഒട്ടും പ്രാക്ടിക്കൽ അല്ല എന്ന് തോന്നുന്ന ഒരു കാര്യത്തെക്കുറിച്ചാ ഞാനിനി പറയാൻ പോകുന്നത്. വേണമെങ്കിൽ പുതിയ കാലത്തിന്റെ അല്പം കൈവിട്ട ചിന്തയാണെന്ന് തന്നെ കൂട്ടിക്കൊള്ളൂ. മാളു തന്റെ ഭാവി അപ്പുവിന്റെ ഒപ്പമാണെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതിന് നിങ്ങളൊക്കെ ഭയക്കുന്നത് പോലുള്ള അർത്ഥമുണ്ടോ എന്നാണ് ആദ്യം അറിയേണ്ടത്. ഭാവി ജീവിതം അവളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സുഹൃത്തിനൊപ്പം ജീവിക്കാൻ താല്പര്യപ്പെടുന്നു എന്നാണല്ലോ അവള് പറഞ്ഞത്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ലിവിങ് ടുഗദർ ആയിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതൊരു പക്ഷേ ഒരു ഇന്റലക്ച്വൽ ഷെയറിംഗ് ആവാം. അപ്പുവിന്റെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു സ്വതന്ത്ര ജീവിതം, അല്ലെങ്കിൽ പരസ്പരം ഒരുമിച്ച് ജീവിക്കുമ്പോൾ തന്നെ രണ്ട് വ്യക്തികളായി തുടരുക. അതുമല്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഒരു ലിവിങ് ടുഗദർ. അങ്ങനെ മാളുവിന്റെ ഈ സ്റ്റേറ്റ്മെന്റിൽ വരികൾക്കിടയിൽ വായിക്കാവുന്ന ഒരുപാട് സാധ്യതകളുണ്ട് വി പി. അതൊക്കെ എനിക്കും മനസ്സിലായ കാര്യങ്ങളാണ് അംബിമാമ. ഈ പറഞ്ഞ ഏത് രീതിയിലുള്ള ജീവിതമാണെങ്കിലും മാളുവിന്റെ വീട്ടുകാർ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ തോന്നുന്നില്ല. അത് മാത്രമല്ല, കുട്ടികളുടെ ജീവിതം അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത് വ്യക്തിപരമായി ഞങ്ങൾക്കും ഇഷ്ടമുള്ള കാര്യമല്ല. എന്താ, ഗീതയ്ക്കും ഇതേ അഭിപ്രായം തന്നെയാണോ? അപ്പുവിനെയും മാളുവിനെയും ഇനി അങ്ങനെ ഒരു രീതിയിൽ കാണാൻ ഇനിയിപ്പം ഞങ്ങൾ ശ്രമിച്ചാൽ കൂടി VP പറഞ്ഞതുപോലെ അശ്വതിക്കും മുരളിക്കൊന്നും അത് ഒട്ടും സ്വീകാര്യമാവില്ല. അതിനവരല്ലല്ലോ ഒരുമിച്ച് ജീവിക്കുന്നത്. എന്റെ VP, പ്രായത്തിലും രൂപത്തിലും നിങ്ങളെക്കാൾ ഒരുപാട് പഴഞ്ചനാ ഞാൻ. പക്ഷെ ഈ പ്രായത്തിലും പുതിയ തലമുറയുടെ വേഗത്തിനും മനസ്സിനുമൊപ്പം ഓടിയെത്താൻ പറ്റുന്നതുകൊണ്ടാ കുറച്ചൊക്കെ യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങൾ കാണാനും പഠിക്കാനും എനിക്ക് കഴിയുന്നത്. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുക, ജീവിത പങ്കാളി എന്ന നമ്മുടെയൊക്കെ സങ്കല്പത്തിൽ നിന്ന്
പുതിയ തലമുറ വല്ലാതെ മുന്നിലാ. പഴയതുപോലെ തറവാട്ടിൽ പിറന്ന പെണ്ണ്, ഉദ്യോഗക്കാരി, ഗവൺമെന്റ് ഉദ്യോഗം, ഗൾഫുകാരൻ, ഡോക്ടർ, എഞ്ചിനീയർ, ടെക്കി, അതൊക്കെ ഇപ്പൊ അവരുടെ ചിന്തകളിൽ പോലുമില്ല. അവരുടെ മനസ്സിനൊത്ത് സഞ്ചരിക്കാൻ വേഗവും താളവുമുള്ള ഒരു പങ്കാളി. ഈ പുതിയ പിള്ളേരതിനെ സെയിം വൈബ് എന്നൊക്കെ പറയും. അതിപ്പോ സ്ത്രീയാവാം, പുരുഷനാകാം, ട്രാൻസ്മാനോ ട്രാൻസ്വുമണോ ആകാം. പറഞ്ഞല്ലോ, ഈ പറഞ്ഞ വൈബാണ് അവരുടെ ഫസ്റ്റ് കൺസേൺ. അങ്ങനൊരു പങ്കാളിയെ കണ്ടെത്തിയാൽ അവർക്ക് പിന്നെ ആരുടെയും സമ്മതമൊന്നും വേണ്ട. അതിനായിട്ട് അവർ ബലം പിടിക്കാൻ ആരെയും അനുവദിക്കാറുമില്ല. അപ്പവും മാളും അങ്ങനെയുള്ള കുട്ടികളല്ലല്ലോ അമ്പിമാമ. ഇതുവരെ അല്ലായിരിക്കാം എന്ന് വെച്ച് ഇനി അങ്ങോട്ട് അവർക്ക് അങ്ങനെ ചിന്തിച്ചൂടാ എന്നൊന്നുമില്ലല്ലോ, അല്ലേ വി പി? അമ്പിമാമൻ പറയുന്നതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ തന്റെ പക്ഷേ എനിക്ക് മനസ്സിലായി. നമുക്കൊരിക്കലും ദഹിക്കില്ലെന്നല്ലേ വി പി ഉദ്ദേശിച്ചത്? എടോ, ഉണ്ണുന്നവനാണ് ദഹിക്കേണ്ടത്, അല്ലാതെ കണ്ടു നിൽക്കുന്നവനല്ല. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ. നാളെ എതിർക്കുന്നവരോട് അവർക്ക് പറയാനുള്ള മറുപടി ഇതായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ വിഷമിക്കണ്ട. ഈ രാത്രിയില് ഞാൻ അപ്പുവിനോട് ഇക്കാര്യം സംസാരിക്കുന്നില്ല. രാവിലെ ആവട്ടെ. എന്താ കുട്ടികളുടെ മനസ്സിലെന്ന് ഒരു സൂചന കിട്ടാതിരിക്കില്ല വി പി. നമുക്ക് നോക്കാന്നേ. അങ്ങനൊരു ആഗ്രഹം അവരുടെ മനസ്സിൽ ജനുവനായിട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. എന്താ, അതുപോലെ വി പി? ഇന്നലെ തന്നെ ഈ കാര്യത്തെപ്പറ്റി നിന്നോട് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ വി പിയും ഗീതയുമായൊക്കെ സംസാരിച്ചിരുന്നപ്പോ നേരെ ഒരുപാടങ്ങ് വൈകി. അതുകൊണ്ടാ അപ്പു ഇന്ന് പോകുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് കാണാന്ന് കരുതിയത്. അമ്പിമാമൻ ഇതൊക്കെ അറിഞ്ഞിട്ട് വന്നതാണോ അതോ? നിന്നോട് ഞാൻ ഒളിക്കുന്നില്ല അപ്പു. ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് ഗീതേനെ ഇൻഫോം ചെയ്തിരുന്നു. ഒരുപക്ഷെ ഗീതയ്ക്കും വി പിക്കും ഇതേക്കുറിച്ച് നിന്നോട് ചോദിക്കുന്നതിൽ ചില ലിമിറ്റേഷൻസ് ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാവും ഗീത ഈ കാര്യം എന്നെ ഏൽപ്പിച്ചത്. പിന്നെ നിന്നോടാവുമ്പോ എനിക്ക് എന്ത് കാര്യവും ഓപ്പണായി സംസാരിക്കാനാവുമെന്ന് അവർക്കും അറിയാം. ഇനി നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. മാളുവുമായുള്ള നിന്റെ റിലേഷന് ഇപ്പോ പൊടുന്നനെ ഇങ്ങനൊരു ട്വിസ്റ്റ് ഉണ്ടാവാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും? അമ്പിമാമനോട് ഇക്കാര്യത്തിൽ എനിക്കൊന്നും ഒളിക്കാനില്ല. അമ്പിമാമനോടൊന്നല്ല, വി പിയോടും അമ്മയോടും ഒന്നും. പിന്നെ അവരോട് ഞാൻ ഷെയർ ചെയ്യാത്തൊരു കാര്യം അമ്പിമാമനോട് ഞാൻ തുറന്നു പറയാം. എന്റെ മനസ്സ് ആണായി ജീവിക്കണമെന്നൊരു തീരുമാനം എടുത്തപ്പോൾ തന്നെ സ്വാഭാവികമായും ഞാനൊരു ലൈഫ് പാർട്ട്ണറെ പറ്റി ആലോചിച്ചു. എന്റെ ജീവിതത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് ശരിക്കും അറിയാവുന്ന മാളു തന്നെയായിരുന്നു അതിലെ ഫസ്റ്റ് ഓപ്ഷൻ. ഫസ്റ്റ് ഓപ്ഷൻ എന്നല്ല, ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. പക്ഷേ ഞാനൊരാണാണെന്ന സത്യം ആദ്യം എക്സ്പോസ് ചെയ്തത് മാളുവിനോടാ. അന്ന് തന്നെ ഞാൻ എൻ്റെ ഈ ആഗ്രഹത്തെക്കുറിച്ച് അവളോട് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഒരു രീതിയിലും മാളുവിന് എൻ്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ഒരുപക്ഷെ ഞാൻ വീണ്ടും വീണ്ടും അവളെ നിർബന്ധിച്ചാലൊന്ന് ഭയന്നിട്ടാവണം ജോബിനുമായി ഒരു റിലേഷൻ മാളു സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അല്ല പോ, സ്വാഭാവികമായും എനിക്കൊരു സംശയം. അന്ന് നിന്റെ ആ ആഗ്രഹത്തോട് നോ പറഞ്ഞ മാളു പിന്നെ എന്തുകൊണ്ട് ഇങ്ങനൊരു ബന്ധത്തിന് ഇനിഷ്യേറ്റീവ് എടുക്കണം? അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ?